നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല മകരവിളക്ക് മഹോത്സവ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മകരവിളക്ക് മഹോത്സവത്തിനുള്ള ക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കാൻ തീരുമാനം. മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട്, ഉപ്പുപാറ, സത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കട്ടപ്പന നഗരം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് IPSന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ പരിശോധന നടത്തി. പല സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയും ജോബ് വിസയും നൽകുന്നതിനുള്ള നിയമാനുസൃത ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തൽ. ആനയിറങ്കലിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു. അരിക്കൊമ്പൻ 4 തവണ ആക്രമിച്ച റേഷൻ കടയ്ക്ക് നേരെ ഇത്തവണ ആക്രമണം നടത്തിയത് ചക്കക്കൊമ്പൻ. ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന കാട്ടാന ശല്യം പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. വണ്ടിപ്പെരിയാർ മേഖലയിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരവുമായി കൃഷി വകുപ്പ്. പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനം ചെയ്തതിൽ കട്ടപ്പന വില്ലേജ് ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. മുനിസിപ്പൽ പരിശോധനാ സമിതി സമർപ്പിച്ച വിശദമായ ആധികാരിക റിപ്പോർട്ടും സ്ഥിതി വിവര കണക്കുകളും പരിശോധിച്ച് കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ESA പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല മകരവിളക്ക് മഹോത്സവ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മകരവിളക്ക് മഹോത്സവത്തിനുള്ള ക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കാൻ യോഗം തീരുമാനിച്ചു. മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട്, ഉപ്പുപാറ, സത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. വാഴൂർ സോമൻ MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, സബ് കളക്ടർ അനൂപ് ഖർഗ്, ADM ഷൈജു P. ജേക്കബ്, മറ്റു വകുപ്പുതല ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല തീർത്ഥാടന കാലത്തേക്ക് നോഡൽ ഓഫീസർ, ഡ്യൂട്ടി മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരെ നിയമിക്കും. ജില്ലയിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടന പാതയിൽ ജില്ലാ പോലീസ് മേധാവി മുഖേന സുരക്ഷയ്ക്കാവശ്യമായ പോലീസിനെ വിന്യസിക്കും. മകരവിളക്ക് ദിവസം KSRTC ബസ്സുകൾ കുമളി കോഴിക്കാനം റൂട്ടിൽ സർവീസ് നടത്തുന്നതിനും KSRTC ബസ്സുകൾക്ക് കോഴിക്കാനത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പ് മുഖേന തീർത്ഥാടന പാതകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കും. മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. കുമളി ടൗണിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് കമ്പംമെട്ട് വഴിയും തിരിച്ചു പോകുന്നത് കുമളി വഴിയും ആയതിനാൽ തേനി ജില്ലാ കളക്ടറുമായി യോജിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ അളവ്, തൂക്കം, ഗുണനിലവാരം, വില നിയന്ത്രണം എന്നിവ പരിശോധിക്കുന്നതിന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. വനം വന്യജീവി വകുപ്പ് തീർത്ഥാടകർക്ക് വിവിധ ഭാഷയിലുള്ള അറിയിപ്പ് ബോർഡുകൾ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കാനനപാതയിൽ ക്രമീകരിക്കും. BSNL മൊബൈൽ ടവറുകൾ, സുസജ്ജമായ ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ, വയർലെസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട്, ഉപ്പുപാറ, സത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സംഭവിച്ച തെറ്റുകൾ ഒന്നും ഈ പ്രാവശ്യം സംഭവിക്കാതെ വളരെ ബിഗിനേഴ്സിന് സ്മൂത്ത് ആയിട്ട് ഉള്ള ഒരു ദർശന അറേഞ്ച്മെന്റ്സ് നമ്മൾ എന്തൊക്കെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യം എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് നമുക്ക് ഈ സമയം 45 ദിവസമേ ഉള്ളൂ. സോ പുതിയ പ്രോജക്റ്റോ ചെയ്യണമെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ മെഡിക്കൽ ടീം അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ വകുപ്പുകളുടെ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സജീവമാക്കും. വണ്ടിപ്പെരിയാർ വഴി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങളും ചികിത്സ, കുടിവെള്ളം എന്നിവ ലഭിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. കാനനപാതയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ RRT, എലിഫന്റ് സ്ക്വാഡ് എന്നിവയുടെ സേവനം ഉറപ്പുവരുത്തും. പുല്ലുമേട് പ്രദേശവും കാനനപാതയും സഞ്ചാരയോഗ്യമാക്കും. തീർത്ഥാടക താവളത്തിൽ സോളാർ വേലി നിർമ്മിക്കും. വിവിധ ഭാഷകളിലുള്ള അറിയിപ്പ്, ദിശാസൂചനാ ബോർഡുകൾ, ബാരിക്കേഡുകൾ എന്നിവ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കട്ടപ്പന നഗരം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് IPSന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ പരിശോധന നടത്തി. പല സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയും ജോബ് വിസയും നൽകുന്നതിനുള്ള നിയമാനുസൃത ലൈസൻസ് ഇല്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവാക്കളിൽ നിന്നും UK, അയർലൻഡ്, ജർമ്മനി, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വിസിറ്റിംഗ് വിസയിലും വർക്ക് വിസയിലും നല്ല ജോലികൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച വൻ തുകകൾ വാങ്ങിയെടുത്ത ശേഷം വ്യാജ വിസയും വ്യാജ എയർ ടിക്കറ്റുകളും നൽകുന്ന അനേകം സ്ഥാപനങ്ങൾ കട്ടപ്പന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണം നടന്നത്. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPSന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 2 ദിവസങ്ങളിലായി കട്ടപ്പനയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധന നടത്തി. പരിശോധനയിൽ പല സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയും ജോബ് വിസയും നൽകുന്നതിനുള്ള നിയമാനുസൃത ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി. എറണാകുളം, കൊല്ലം തുടങ്ങി മറ്റു ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃത സ്ഥാപനങ്ങളുടെ സബ് ഏജൻസികൾ എന്ന നിലയിലാണ് കട്ടപ്പനയിലെ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം. തൊഴിൽ അന്വേഷകരിൽ നിന്നും വൻ തുകകൾ വാങ്ങിയ ശേഷം വ്യാജ വിസയും ടിക്കറ്റുകളും മറ്റും നൽകുന്നതായി പരാതികൾ ലഭിച്ചിട്ടുള്ള വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന ഉടമകൾക്കും മറ്റുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മതിയായ രേഖകളില്ലാതെയും സർക്കാരിന്റെ അനുമതിയില്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വഴി കബളിപ്പിക്കപ്പെടാതിരിക്കാനും പണം നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണെന്നും ജില്ലാ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി. ആനയിറങ്കലിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു. അരിക്കൊമ്പൻ 4 തവണ ആക്രമിച്ച റേഷൻ കടയ്ക്ക് നേരെ ഇത്തവണ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത്. കടയ്ക്കുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയും 1.5 വയസ്സുള്ള കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെ 4:30യോടെയാണ് ആനയിറങ്കൽ റേഷൻ കടയ്ക്ക് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. കടയിലെ ജീവനക്കാരിയായ ലാവണ്യയും ഇവരുടെ 1.5 വയസ്സുള്ള കുട്ടിയും കടയിലാണ് കിടന്നിരുന്നത്. 1 മണിക്കൂറോളം ചക്കക്കൊമ്പൻ കടയ്ക്ക് പരിസരത്ത് നിലയുറപ്പിച്ചു. കടയുടെ ഒരു ഭാഗം തകർത്തു. വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തിയ ശേഷമാണ് തങ്ങൾക്ക് പുറത്തിറങ്ങാനായതെന്ന് ലാവണ്യ പറയുന്നു. ഞങ്ങള് ഇവിടെയാ താമസം. ഇന്ന് രാത്രി 4:30 ആകുമ്പോൾ ഇവിടെ ആന എത്തി. പക്ഷേ സീറ്റ് മുട്ടിയപ്പോൾ ഞങ്ങൾ എന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു. ഇവിടെ വന്നിട്ട് ആന പോയിട്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പടക്കം പൊട്ടിയപ്പോഴാ പോയി. ഞങ്ങൾ 5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് വെല്ല വന്നു. നിലവിലെ മുറിയിൽ കട പ്രവർത്തിപ്പിക്കുവാനാകാത്തതിനാൽ താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കാൻ തോട്ടം മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിഹാരം ഇപ്പം നിലവിൽ ഇത് ഈ റേഷനൊക്കെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇത് കമ്പനിക്കാരോട് പറഞ്ഞ് കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പഴയപടി ആക്കുക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ നിലവിൽ. തോട്ടം തൊഴിലാളികൾ കഴിയുന്ന ആനയിറങ്കലിലെ ലയങ്ങൾക്ക് സമീപം ചക്കക്കൊമ്പനും മറ്റാനകളും എത്തുന്നത് പതിവാണ്. കടയ്ക്കും വീടുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ലയങ്ങൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കാൻ വനം വകുപ്പിനോട് ആവശ്യപ്പെടും. ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന കാട്ടാന ശല്യം പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവരുടെ മുഴുവൻ ചികിത്സാ ചിലവും സർക്കാർ ഏറ്റെടുക്കണം. വന്യജീവി ആക്രമണം സംബന്ധിച്ച ചർച്ച നടത്തുവാൻ ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച യോഗം എന്തിനു മാറ്റിവെച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാര്യക്ഷമമായ ഒരു പ്രതിരോധ പ്രവർത്തനം ഈ മേഖലയിൽ നടന്നിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും MP പറഞ്ഞു. വനംവകുപ്പ് മന്ത്രി വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പ്രത്യേകമായി ചർച്ച നടത്താൻ ഒരു യോഗം മൂന്നാറിൽ വെച്ച് വിളിച്ചു. എന്തുകൊണ്ട് ആ യോഗം മാറ്റിവെച്ചു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാണ്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൊടുപുഴയിൽ നിന്നും ഇങ്ങോട്ട് യാത്ര തിരിച്ച അടിമാലിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത് യോഗം മാറ്റിവെച്ചു. ആരുടെ സമ്മർദ്ദത്തിന്റെ പേരിലാണ് വനംവകുപ്പ് മന്ത്രി അന്ന് നടത്താനിരുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെയുള്ള യോഗം മാറ്റിവെച്ചത്? അപ്പോൾ കാര്യക്ഷമമായ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ അതിനു മുന്നേ നടന്നിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ ഇവിടെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും മറ്റ് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ വനംവകുപ്പ് മന്ത്രി വന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ അതിനെ കാണാവുന്നതാണ്. പക്ഷെ അതല്ല, വനംവകുപ്പ് മന്ത്രി വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തുന്നു എന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും സർക്കാരിന് ഇത്തരം യോഗങ്ങൾ കൊണ്ട് കഴിയും. പക്ഷെ അതുപോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യോഗം ഉൾപ്പെടെ മാറ്റിവെച്ചു. അപ്പൊ ആരുടെ സമ്മർദ്ദമാണ്
വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ, ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നിശ്ചയിച്ചിരുന്ന ആ യോഗം മാറ്റിവെക്കാൻ കാരണമെന്ന് വ്യക്തമാണ്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരവുമായി കൃഷി വകുപ്പ്. ഇതിനായി വനാതിർത്തി മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിംഗുകൾ നിർമ്മിക്കുന്നതിനായുള്ള പദ്ധതിയുടെ ഉപഭോക്തൃ സംഗമം വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ നടന്നു. വനം വകുപ്പിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മേഖലയിലെ പെരിയാർ കടുവ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കർഷകരുടെ രക്ഷയ്ക്കായി കൃഷി വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനായി രാഷ്ട്ര കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനാതിർത്തി മേഖലകളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗുകൾ നിർമ്മിക്കുവാനാണ് തീരുമാനം. വനം വകുപ്പിന് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്ന പദ്ധതിക്ക് 2,20,00,000 രൂപയാണ് ചിലവ് വരിക. പദ്ധതിയുടെ നടത്തിപ്പിനായി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വനശ്രീ ഓഡിറ്റോറിയത്തിൽ യോഗവും ചേർന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ താമസക്കാരായ പൊതുജനങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി കൃഷി ഓഫീസിലുമായി കൃഷി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടതിന്റെയും വാർഡ് മെമ്പർ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 27 കിലോമീറ്റർ സൗരോർജ്ജ വേലി നിർമ്മിക്കുന്നതിന് ആവശ്യമായ 2,20,00,000 രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ മോണിറ്ററിംഗ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പം ഇത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ പ്രവർത്തനം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നമുക്ക് ലഭിക്കത്തുള്ളൂ. അതിന്റെ പ്രത്യേക യോഗം ഇന്ന് ചേരുകയും PDC അംഗങ്ങളെ പങ്കെടുപ്പിക്കുകയും വിശദമായ ചർച്ചകളൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് സുതാര്യമായ രീതിയിൽ ചെലവഴിക്കുന്നതിനും തുടർ ഫണ്ട് ലഭിക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കൃഷി ഓഫീസർ ടിൻറ്റു പദ്ധതിയെപ്പറ്റിയുള്ള വിശദീകരണം നടത്തി. തേക്കടി റേഞ്ചിലും വള്ളക്കടവ് റേഞ്ചും അതുപോലെ എരുമേലി റേഞ്ചിലും ഉൾപ്പെടെ 27.2 കിലോമീറ്റർ ഏരിയയിലാണ് സൗരോർജ്ജ വേലി നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക സഹായം നൽകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി വകുപ്പ് ഇതിന്റെ ഫണ്ട് അനുവദിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള പിൻബലം നൽകുന്നു. ടെൻഡർ ചെയ്ത് ഈ വേലി നിർമ്മിച്ച് നൽകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. തേക്കടി അഞ്ചുരുളി ഗേറ്റ് മുതൽ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം വരെയുള്ള ഭാഗത്തെ 27.2 കിലോമീറ്റർ ദൂരം വരുന്ന വനാതിർത്തികളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗുകൾ സ്ഥാപിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അജയ് ഘോഷ് പറഞ്ഞു. വനത്തോട് ചേർന്ന് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വനത്തിന്റെ ഫ്രിഞ്ച് ഏരിയയിൽ കേരളമൊട്ടാകെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ഒരു സംഘർഷം. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരമായി വള്ളക്കടവ് മേഖലയിൽ RKVY പ്രൊജക്ടിന്റെ അണ്ടറിൽ ഏകദേശം 27.2 കിലോമീറ്ററോളം തേക്കടി അഞ്ചുരുളി ഭാഗത്തു നിന്ന് തുടങ്ങുന്ന സോളാർ ഹാങ്ങിങ് ഫെൻസിന്റെ ഒരു പദ്ധതി നിലവിൽ ടെൻഡർ ചെയ്തിട്ടുണ്ട്. RKVY പ്രൊജക്ടിന്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വനംവകുപ്പാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാനാണ് തീരുമാനം. വനമേഖലയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ നിർമ്മിക്കുന്ന സോളാർ ഹാങ്ങിങ് ഫെൻസിംഗുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഉപഭോക്താക്കളാണ്. പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനം ചെയ്തതിൽ കട്ടപ്പന വില്ലേജ് ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. മുനിസിപ്പൽ പരിശോധനാ സമിതി സമർപ്പിച്ച വിശദമായ ആധികാരിക റിപ്പോർട്ടും സ്ഥിതിവിവര കണക്കുകളും പരിശോധിച്ച് കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ESA പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനം ചെയ്തതിൽ കട്ടപ്പന വില്ലേജും ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്ന് 9/9/2024 ചേർന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. കേരള സർക്കാർ പരിസ്ഥിതി വകുപ്പ് 21/12/2023 ഇറക്കിയ ഉത്തരവനുസരിച്ച് സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിനായി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് രൂപീകരിച്ച പഞ്ചായത്ത് തല പരിശോധനാ സമിതി അധ്യക്ഷൻ, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, അയ്യപ്പൻകോവിൽ, കട്ടപ്പന കൃഷി ഓഫീസർ എന്നീ അംഗങ്ങൾ നിർദ്ദിഷ്ട പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു. തുടർന്ന് കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ESA പരിധിയിൽ നിന്നും ഒഴിവാക്കുകയും പിന്നീട് പഞ്ചായത്തിനെ നഗരസഭയായി ഉയർത്തുകയും ചെയ്തു.
എന്നാൽ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയ കരടിൽ കട്ടപ്പന വില്ലേജ് ESA പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണെന്ന് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉമ്മൻ കമ്മീഷൻ നിയോഗിക്കുകയും അതിന് ഭാഗമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ടീമിനെ നിയോഗിച്ച് അതിന് വ്യക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് സമർപ്പിച്ച രേഖകളിൽ നിന്നും ESA പരിധിയിൽ നിന്ന് കട്ടപ്പന വില്ലേജിനെ ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ അടുത്തിടെ പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ കട്ടപ്പന വില്ലേജും ഉൾപ്പെട്ടതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 9/9/2024 കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ ഈ വിഷയം അജണ്ടയെ ചർച്ച ചെയ്യപ്പെടുകയും നിലവിൽ മുനിസിപ്പാലിറ്റിയുടെ നിലവിലുള്ള ആധികാരികമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ട സംരക്ഷണത്തിൽ നിന്നും ESAയിൽ നിന്നും കട്ടപ്പന മുനിസിപ്പാലിറ്റി കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായി ഒഴിവാക്കി തരണമെന്ന് കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടറുടെ വഴി ഇത് ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉമ്മൻ റിപ്പോർട്ടിൽ കട്ടപ്പന വില്ലേജിനെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത കരടിൽ ഇടുക്കി താലൂക്കിൽ ESAയിൽ ഉൾപ്പെട്ട 9 വില്ലേജിൽ കട്ടപ്പനയും ഉൾപ്പെട്ടിട്ടുണ്ട്. പൂപ്പാറയിൽ ഇരുചക്ര വാഹന യാത്രികനെ ജീപ്പ് പിടിച്ചു തെറിപ്പിച്ചു. പൂപ്പാറ സ്വദേശി വിഷ്ണുവിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. അമിത വേഗതയിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് അപകടം. സംഭവത്തിന് ശേഷം നിർത്താതെ പോയ ജീപ്പ് ശാന്തമ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ പൂപ്പാറ കൊല്ലംപറമ്പിൽ വിഷ്ണു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അപകടം നടന്നത്. എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തായിട്ടായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. എതിർദിശയിൽ നിന്നെത്തിയ ജീപ്പ് വിഷ്ണുവിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയി. ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും വിഷ്ണുവിനെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിഷ്ണുവിന്റെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വലത് കൈക്കും പൊട്ടലുണ്ട്. ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി ശാന്തൻപാറ പോലീസ് രാത്രി മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. തുടർന്ന് രാജാക്കാട് നിന്നും വാഹനം പോലീസ് കണ്ടെത്തി. NR സിറ്റി പള്ളിക്ക് സമീപം താമസിക്കുന്ന വള്ളിശ്ശേരിയിൽ ബിനോജിന്റെ ഉടമസ്ഥതയിലുള്ള KL 39B 5314 എന്ന നമ്പറിലുള്ള വാഹനമാണ് വിഷ്ണുവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ ചില്ല് കണ്ണിൽ പതിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ബിനോജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. BJP മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി N രമേശിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം BJP ജില്ലാ ഉപാധ്യക്ഷൻ K. കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM വണ്ടിപ്പെരിയാർ ടൗൺ ബ്രാഞ്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് BJP മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി N രമേശിനെ CPM പ്രവർത്തകർ വീട്ടിൽ എത്തി വിളിച്ചിറക്കി മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. മർദ്ദനമേറ്റ രമേശ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി BJP നേതൃത്വം രംഗത്തെത്തിയത്. വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP ജില്ലാ ഉപാധ്യക്ഷൻ K. കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ സെക്രട്ടറി AV മുരളീധരൻ, പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ, പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KT അരുൺ, അജയൻ K. തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച നാടകകൃത്തും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായ കട്ടപ്പന കുമ്പുക്കൽ KC ജോർജിന്റെ അനുസ്മരണ യോഗം കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. 2 തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം KCക്ക് ലഭിച്ചിട്ടുണ്ട്. KC ജോർജിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് നാടകലോകത്ത് ഇടുക്കിയുടെ പേരെഴുതി ചേർത്ത പ്രതിഭയെയാണ്. നാടകരചനയ്ക്കൊപ്പം HCN ചാനലിൽ ലേഖകനായും വാർത്താ അവതാരകനായും ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അംഗങ്ങൾ KC ജോർജിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി.
മുതിർന്ന മാധ്യമപ്രവർത്തകൻ MC ബോബൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സീരിയലിന്റെ ബഹളത്തിനിടയ്ക്കും കേസി നാടകത്തെ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ വർഷവും ഒരു നാടകമെങ്കിലും കേസി എഴുതും. അത് കേസിൽ ഒരു നിർബന്ധമായിരുന്നു. ഈ ഇപ്പം എഴുതിയ നാടകം, നമ്മളിപ്പോൾ 6-ാം തീയതി കട്ടപ്പനയെ അവതരിപ്പിക്കാൻ പോകുന്ന സത്യമംഗലം ജംഗ്ഷൻ എന്ന് പറയുന്ന നാടകം ഏതാണ്ട് ഒരു മാസം മുമ്പാണ് അത് സ്റ്റേജിലെത്തിയതാണ്. അത് എഴുതാൻ പോകുന്ന സമയത്തും കേസി തീർത്തും അവശ്യ നിലയിലാണ്. ശാരീരികമായി വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് കേസി ആ നാടകം എഴുതുന്നത്. അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആലപ്പുഴയിൽ അവിടെ ലോഡ്ജിൽ പോയി കിടന്ന് എഴുതി നാടകം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ വീണ്ടും ആശുപത്രിയിലേക്കാണ് പോയി. അപ്പോൾ അത്രയും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നാടകം പൂർത്തിയാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ നാടകം എഴുതുന്നത് ഇതുപോലെ തന്നെ ആരോഗ്യമായി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നാടകം എഴുതുന്നത്. ആ നാടകത്തിനാണ് ഇത്തവണത്തെ അവാർഡ്. നമ്മളന്നേരം പറഞ്ഞു നമുക്ക് ഒരുപക്ഷെ ഇനിയിപ്പം ഒരു സീരിയൽ രംഗത്തോ സിനിമാ രംഗത്തോ ഒരു സംസ്ഥാന അവാർഡ് കിട്ടാൻ അർഹനായ ഒരാൾ, അതായത് നമുക്ക് കേസിയെ പറ്റിയുള്ള പ്രതീക്ഷ. ഒരിക്കലും ഇത്രയും പെട്ടെന്ന് അവൻ പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. KS ഫ്രാൻസിസ്, തോമസ് ജോസ്, NK രാജൻ, JB ജോസഫ്, റോയി വർഗീസ്, അഖിൽ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പ്രാർത്ഥന യോഗത്തിന്റെ ഇടുക്കി ഭദ്രാസന നേതൃത്വ പരിശീലന ക്യാമ്പ് വലിയ തോവാള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു. ഇടുക്കി ഭദ്രാസന അധിപൻ സക്കറിയാസ് മോർ സെവേറിയോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. 1959 മുതൽ ഇടുക്കിയുടെ കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഒന്നായ ഇരട്ടയാറ്റിലും വലിയ തോവാളയിലും ജനങ്ങൾക്ക് വിശ്വാസത്തിന്റെ തണൽ നൽകിയ ദേവാലയമാണ് വലിയ തോവാള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം. ദേവാലയത്തിൽ വെച്ചാണ് പ്രാർത്ഥനായോഗത്തിന്റെ ഇടുക്കി ഭദ്രാസനതല നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്കറിയോസ് മോർ സെവേറിയോസ് മെത്രോപ്പൊലിത്ത യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ആളുകൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചു എന്നുള്ളത് സന്തോഷം തരുന്ന സംഗതിയാണ്. ഈ ആഹ്ലാദകരമായ മുഹൂർത്തത്തിൽ ഇവിടെ സംഘടിതരായിരിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ സഭാധിപന്മാരുടെയും മെത്രാസന കൗൺസിലംഗങ്ങളുടെയും പ്രാർത്ഥനയോഗത്തിന്റെ ചുമതലക്കാരുടെയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കൊടിയേറ്റിന് ശേഷമാണ് നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നത്. ഫാദർ ടോണി M. യോഹന്നാൻ ക്ലാസുകൾ നയിച്ചു. അതിനൊക്കെ അടിസ്ഥാനമാകുന്ന അതിനെ സംഭരിക്കുവാൻ കഴിയുന്ന ചേർത്ത് നിൽക്കുന്ന 3 പദങ്ങളാണ്. ഒരു ദൈവ ശുശ്രൂഷയ്ക്കായി ഇറങ്ങണമെങ്കിൽ വളരെ ശക്തിയോടുകൂടി ഉറക്കെ പറയുന്നത്, ഒന്നാമതായി നീ പ്രാർത്ഥിക്കണം. രണ്ടാമതായി വീണ്ടും ശക്തിയോട് പറയാം, നീ വചനം പഠിക്കണം. 3 പറഞ്ഞു, നീ മനുഷ്യനെ സ്നേഹിക്കണം. പ്രാർത്ഥിക്കണം, വചനം പഠിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും പരമമായ ലക്ഷ്യം ഇത് 3ലും ഒതുക്കുവാൻ തക്കോളം സാധിക്കും എന്നുള്ളതാണ്. ആ വിധത്തിൽ ഈ പ്രാർത്ഥനാ യോഗത്തിന്റെ നേതൃത്വ നിര ഇന്നിവിടെ സമ്മേളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം പ്രത്യേകിച്ച് നേതൃത്വ നിര എന്ന നിലയിൽ അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പങ്കുവെച്ച് അതിന് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. 36 ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാർത്ഥനായോഗത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് അഖില മലങ്കര പ്രാർത്ഥനായോഗം ഓർഗനൈസിംഗ് സെക്രട്ടറി വർഗീസ് കരിപ്പാടം ചർച്ചകൾ നയിച്ചു. വൈസ് പ്രസിഡന്റ് ഫാദർ പ്രകാശ് കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി ഫാദർ TV വർഗീസ് തെക്കേടത്ത്, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബിജു ആൻഡ്രൂസ്, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ഐസക് തോമസ്, സെക്രട്ടറി ജയൻ കുരുവിള വട്ടമല എന്നിവർ സംസാരിച്ചു. കോതമംഗലം എൽദോമോർ ബസിലിയോസ് ബാവയുടെ ഖബറിംഗിലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര ഈ മാസം 30-ന് ആരംഭിക്കും. വിവിധയിടങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥയാത്ര അടുത്ത മാസം 1-ന് അടിമാലിയിൽ സംഗമിക്കും. തുടർന്ന് 2-ന് അടിമാലിയിൽ നിന്നും യാത്ര കോതമംഗലത്തേക്ക് പുറപ്പെടുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഏലിയാസ് മോർ അത്താനാസിയോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കോതമംഗലം എൽദോമാർ ബിസേലിയോസ് ബാവയുടെ ഖബറിംഗിലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് നടക്കുന്ന 41ാമത് കാൽനട തീർത്ഥാടന യാത്രയാണ് ഇത്തവണത്തേത്. ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര 30-ാം തീയതി രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോവിൽക്കടവ് സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരി സുറിയൻ സിംഹാസനപ്പള്ളിയിൽ നിന്നും ആരംഭിക്കും. വിവിധയിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥയാത്ര അടുത്ത മാസം 1-ന് അടിമാലിയിൽ സംഗമിക്കും. തുടർന്ന് 2-ാം തീയതി പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തേക്ക് പുറപ്പെടുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്ത ഏലിയാസ് മോർ അത്താനാസിയോസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിശുദ്ധനായിരിക്കുന്ന മോർ ബസേലിയോസ് എൽദോ ബാവായുടെ 339ാമത് ശ്രാദ്ധ പെരുന്നാൾ മുൻ വർഷങ്ങളിതിനേക്കാളും ഭംഗിയായി പരിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളിയിൽ വെച്ച് നിവർത്തിക്കപ്പെടുകയാണ്. പരിശുദ്ധ ബാവായുടെ ഖബറിലേക്കുള്ള വിളംബര ഘോഷയാത്ര ഈ മാസം 17-ാം തീയതി പള്ളിവാസലിൽ നിന്ന് ആരംഭിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ ആ വിളംബര ഘോഷയാത്രയിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്തു. പരിശുദ്ധൻ്റെ ശ്രാദ്ധ പെരുന്നാളിനോട് അനുബന്ധിച്ച് കേരളത്തിൻ്റെ 4 ദിക്കുകളിൽ നിന്നും ഈ വർഷം ധാരാളം ആളുകൾ വരത്തക്ക രീതിയിൽ വിളംബര ഘോഷയാത്രയും അതുപോലെ കാൽനട തീർത്ഥയാത്രയും മർത്തോമൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥയാത്രകൾ അടിമാലിയിൽ സംഗമിച്ച ശേഷം ഒക്ടോബർ 1-ന് വൈകിട്ട് അടിമാലിയിൽ പാലക്കാടൻ PV വർഗീസ് വൈദ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണം നടക്കും. കാൽനട തീർത്ഥയാത്ര അടുത്ത മാസം 2-ന് വൈകിട്ട് കോതമംഗലം എൽദോമാർ ബിസേലിയോസ് ബാവയുടെ ഖബറിങ്കൽ എത്തിച്ചേരുകയും വഴിപാടർപ്പിച്ച് പിരിയുകയും ചെയ്യും. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്തയ്ക്കൊപ്പം ഐസക് എബ്രഹാം കോർപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ PV റജി, ഫാദർ ബാബു CU ചാത്തനാട്ട്, MP വർഗീസ് മോളത്ത, വർഗീസ് മാത്യു മുളൻചെറിയിൽ, KM കുര്യാക്കോസ് കുറ്റിശ്രക്കുടിയിൽ, PJ ജോസഫ് പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം കട്ടപ്പന നഗരസഭാതല അവലോകന യോഗം നടന്നു. നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി യോഗം ഉദ്ഘാടനം ചെയ്തു. 2025 മാർച്ച് 25-ന് മുമ്പ് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒക്ടോബർ 2-ന് കട്ടപ്പന നഗരസഭാ പരിധിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വാർഡ് തലങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചത്. യോഗം നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി ഉദ്ഘാടനം ചെയ്തു. ഓടിക്കളിക്കുന്ന ഒരു കാലം, നമ്മൾ കുതിച്ചു ചാടി മുങ്ങി നിവർന്നിരുന്ന ആ തോടുകളൊക്കെ ഇന്ന് നമുക്ക് വലിയ ഒരു ഭീഷണി പോലെയാണ്. കാരണം എല്ലാ വർക്ക്ഷോപ്പുകളായിക്കോട്ടെ, വ്യാപാര സ്ഥാപനങ്ങളായിക്കോട്ടെ, ഹോട്ടലുകളായിക്കോട്ടെ, വേസ്റ്റ് തള്ളുന്ന ഒരിടമായിട്ട് മാറുന്ന ഒരു ഗ്രഹാന്തരീക്ഷത്തിലാണ്. നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് സംഭാവന ചെയ്യാറുള്ളത്? നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതായിരുന്നു ഞങ്ങളുടെ ജലാശയം, ഇതായിരുന്നു ഞങ്ങളുടെ സ്വർഗഭൂമി, സ്വപ്നഭൂമി, ഇതായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ജോബി, മനോജ് മുരളി, സിജു ചക്കുമൂട്ടിൽ, സെക്രട്ടറി അജി K തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, സ്കൂൾ അധികൃതർ, സർക്കാർ ഉദ്യോഗസ്ഥർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന തൊവരിയാർ വാർഡ് പ്രവർത്തക യോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന തൊവരിയാർ വാർഡ് പ്രവർത്തക യോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് സംഘടിപ്പിച്ചത്. വർഗീയതയ്ക്കും വിഘടനവാദത്തിനുമെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനാലാണ് നിരവധിയായ കോൺഗ്രസ് നേതാക്കളുടെ ജീവൻ നഷ്ടമായതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പറഞ്ഞു. കട്ടപ്പന മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കട്ടപ്പനയിൽ ബ്ലോക്ക് പ്രസിഡന്റാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്കിലെ ബ്ലോക്ക് പ്രസിഡന്റ് പോലെയും വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് പോലെയല്ല. അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെയാണ് കട്ടപ്പനയിലാണ് രാജീവ് ഗാന്ധി വന്നിട്ടുള്ളത്. കട്ടപ്പനയിലാണ് രാഹുൽ ഗാന്ധി 2 പ്രാവശ്യം വന്നിട്ടുള്ളത്. ആ രാഹുൽ ഗാന്ധിയെ കാണാനും രാജീവ് ഗാന്ധിയെ കാണാനും സംസാരിക്കാനും, കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അഭിവാദ്യം ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ച കോൺഗ്രസ് പ്രവർത്തകന്മാരുള്ള നേതാക്കന്മാരുള്ള സ്ഥലമാണ് ഈ കട്ടപ്പന.
യോഗത്തിൽ കട്ടപ്പന അർബൻ ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിൾ, ബോർഡ് അംഗം അമലു അരുൺ, പ്രിൻകോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലീലാമ്മ ബേബി, മാർക്കറ്റിംഗ് സൊസൈറ്റി ഭരണസമിതി അംഗം അബിജ സിജോ എന്നിവരെയും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായി 25 വർഷത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന ജോണി വടക്കേക്കരയെയും ആദരിച്ചു. പുതിയ വാർഡ് പ്രസിഡന്റായി ബെന്നി കൂരിയിലിനെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ ജോണി വടക്കേക്കര അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ, ഷാജി വെള്ളമക്കൽ, ലീലാമ്മ ബേബി, KS സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഉൾപ്പെടെയുള്ള ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ദേശീയ നിലവാരത്തിലേക്ക്. പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധ സംഘം കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഇടുക്കി ജില്ലയിലെ ഭാരതീയ ചികിത്സാ വകുപ്പിനും ഹോമിയോ വകുപ്പിനും കീഴിലുള്ള ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലെ 2ാം ഘട്ട NBH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ പരിശോധനകളാണ് പൂർത്തിയായത്. 26, 27, 28 ദിവസങ്ങളിലായി ആലക്കോട്, ഉടുമ്പന്നൂർ, കുടയത്തൂർ, പൂപ്പാറ, പച്ചടി, കട്ടപ്പന എന്നീ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളും നാരകക്കാനത്തുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുമാണ് ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 11ഓളം സ്ഥാപനങ്ങൾ ഈ നേട്ടം കൈവരിച്ചിരുന്നു. പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധ സംഘം കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലും സന്ദർശനം നടത്തി. കട്ടപ്പനയിലെത്തിയ സംഘത്തെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് നടന്ന അവലോകന യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ ഈ ആയുർവേദ ഹോസ്പിറ്റലിലെ ഓരോരുത്തരുടെയും സേവനം എത്ര വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും കാണേണ്ടതും. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എടുത്തു പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഡോക്ടർ കാഴ്ചവെക്കുന്ന, ഓരോ സ്റ്റാഫ് അംഗങ്ങളും കാഴ്ചവെക്കുന്ന എന്നാണ് എനിക്ക് പറയാനുള്ളത്. NABH അസസർ ഡോക്ടർ പ്രിയാദേവ്, ഡോക്ടർ ബിജിത ആർ കുറുപ്പ്, ഡോക്ടർ രഹന സിദ്ധാർത്ഥൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ആശുപത്രികൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു ആശുപത്രി ഈ നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വന്നതും ഇവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു ടീം വർക്കിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, വാർഡ് കൗൺസിലർ സോണിയ GB, മറ്റു കൗൺസിലർമാർ ഡോക്ടർ സന്ദീപ് കരുൺ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ഓറിയന്റേഷൻ ക്യാമ്പിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്പന്ദനം 2024 എന്ന പേരിലാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസത്തെ ഓറിയന്റേഷൻ ക്യാമ്പിന് തുടക്കമായത്. സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ചില ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി. നമുക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ട് അല്ലേ? രാവിലെ എണീറ്റാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പല്ല് തേക്കും, കുളിക്കും അല്ലെ? എന്ത് ചെയ്തില്ലേ? ഭക്ഷണം കഴിക്കും, വസ്ത്രങ്ങൾ ധരിക്കും, സ്കൂളിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരും. അങ്ങനെ ചെറിയ ശീലങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ വളർത്തുന്നു. ആ ശീലങ്ങളോടൊപ്പം തന്നെ നൈപുണ്യമായ ചില വികസനം നമ്മുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. പാട്ടുപാടാൻ അറിയാവുന്ന കുട്ടികളുണ്ട്, കവിത രചിക്കാൻ അറിയാവുന്നവരുണ്ട്, അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങളോടൊപ്പം ചാട്ടവും ഒക്കെ നമുക്ക് ഗാനം ആലപിക്കാവുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ചില വ്യത്യസ്തങ്ങളായ കഴിവുകൾ അത് പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുക, സമൂഹത്തിന് നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. 2 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ഗ്രൂപ്പ് ഗെയിമിംഗിലൂടെ വ്യക്തിത്വ വികസന പരിപാടികൾ, തയ്യൽ ക്ലാസുകൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ്, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് ജെയ്മോൻ കോഴിമല, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിനു മാനുവൽ, കുട്ടിക്കാനം മരിയൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജോബി ബാബു എന്നിവർ സംസാരിച്ചു. തോപ്രാംകുടി പെരുന്തുട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ മഹാആയില്യ പൂജ നടന്നു. തുളസിപ്പാറ ഭാസ്കരാനന്ദ ശാന്തികൾ പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലത്തിന്റെ പ്രതീകമായ നാഗങ്ങളെ പൂജിക്കുന്നത് ഭാരതശാസ്ത്രപ്രകാരം മനുഷ്യരുടെ എല്ലാ ദുഃഖ ദുരിത നിവാരണത്തിനും അതിശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം. തോപ്രാംകുടി പെരുന്തുട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ മഹാ ആയില്യ നാഗപൂജയാണ് നടത്തിയത്.
തുളസിപ്പാറ ഭാസ്കരാനന്ദ ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും ബ്രഹ്മചാരി വിനോദ് ചൈതന്യ, സുസരലാൽ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് പൂജാകർമ്മങ്ങൾ നടത്തിയത്. ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ നാഗപൂജയാണ് ആയില്യം നാളിൽ ഇവിടെ നടന്നത്. കാലത്തിൻ്റെ പ്രതീകമായ നാഗങ്ങളെ പൂജിക്കുന്നത് ഭാരതീയ ശാസ്ത്ര പ്രകാരം വളരെ ശ്രേഷ്ഠവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സകല ദുഃഖ ദുരിത നിവാരണങ്ങൾക്കും ശ്രേഷ്ഠമാണ്. അത്തരത്തിൽ ആർഷവിദ്യാപീഠം മുന്നോട്ട് വെക്കുന്ന ആശയം ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാവണം എന്നുള്ള തത്വമാണ്. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഭക്തരെയും സാധകരാക്കുക, സാധനയിലൂടെ അവരെ ആത്മനിർവൃതിയിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം പൂജാതി കർമ്മങ്ങൾ ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടക്കുക. വരുന്ന വിദ്യാരംഭ ദിനത്തിൽ കുട്ടികളുടെ വിദ്യാവിജയത്തിനായി 108 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസരസ്വതി പൂജയും നടത്തുമെന്ന് ക്ഷേത്രം ശാന്തി ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കിയിൽ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ഇടങ്ങളുണ്ട്. അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരിടമാണ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനയമ്മാക്കൽ വെള്ളച്ചാട്ടം. ചുനയമ്മാക്കൽ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികളും എത്തുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി. സഞ്ചാരികൾ എത്തുന്നതും എത്താത്തതുമായ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട്. അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനയമ്മാക്കൽ വെള്ളച്ചാട്ടം. കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിന് സമീപമാണ് ചുനിയമ്മാക്കൽ വെള്ളച്ചാട്ടമുള്ളത്. അവധി സമയങ്ങളിൽ ചുനിയമ്മാക്കൽ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികളും എത്തുന്നുണ്ട്. തൊട്ടരികിലെത്തി ഭംഗി ആസ്വദിക്കാം എന്നതാണ് ചുനിയമ്മാക്കൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത. സ്വദേശീയരും വിദേശീയരുമൊക്കെ ഒരേപോലെ ചുനിയമ്മാക്കൽ വെള്ളച്ചാട്ടത്തിലെത്തി ഭംഗി ആസ്വദിച്ചു മടങ്ങുന്നുണ്ട്. എത്ര ചിത്രങ്ങൾ പകർത്തിയാലും എത്ര ആസ്വദിച്ചാലും മതിവരാത്ത മനോഹാരിതയാണ് ചുനിയമ്മാക്കൽ വെള്ളച്ചാട്ടത്തിനുള്ളതെന്ന് സഞ്ചാരികൾ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 254, വിൽപ്പനയ്ക്ക് വന്നത് 70,306, വിൽപ്പന നടന്നത് 67,599, കൂടിയ വില 2,702, ശരാശരി വില 2,317. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 925, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,095 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ശബരിമല മകരവിളക്ക് മഹോത്സവ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മകരവിളക്ക് മഹോത്സവത്തിനുള്ള ക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കാൻ തീരുമാനം. മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട്, ഉപ്പുപാറ, സത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കട്ടപ്പന നഗരം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് IPSന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ പരിശോധന നടത്തി. പല സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയും ജോബ് വിസയും നൽകുന്നതിനുള്ള നിയമാനുസൃത ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തൽ. ആനയിറങ്കലിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു. അരിക്കൊമ്പൻ 4 തവണ ആക്രമിച്ച റേഷൻ കടയ്ക്ക് നേരെ ഇത്തവണ ആക്രമണം നടത്തിയത് ചക്കക്കൊമ്പൻ. ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന കാട്ടാന ശല്യം പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. വണ്ടിപ്പെരിയാർ മേഖലയിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരവുമായി കൃഷി വകുപ്പ്. പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനം ചെയ്തതിൽ കട്ടപ്പന വില്ലേജ് ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. മുനിസിപ്പൽ പരിശോധനാ സമിതി സമർപ്പിച്ച വിശദമായ ആധികാരിക റിപ്പോർട്ടും സ്ഥിതി വിവര കണക്കുകളും പരിശോധിച്ച് കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ESA പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.